നമ്മുടെ കനറ ബാങ്കിന്റെ ATM പിൻ നമ്പർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കെങ്ങനെ എളുപ്പത്തിൽ അത് റിക്കവർ ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇനേബിൾ ആയിട്ട് വരും. അപ്പോൾ അതിന് താഴെയായിട്ട് നമ്മൾ ഗ്രീൻ പിൻ ഫോർഗോട്ട് പിൻ എന്നൊരു ഓപ്ഷനും കാണും. അപ്പോൾ അതിലാണ് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ശേഷം ഇത്തരത്തിലുള്ളൊരു ഏരിയയിൽ ജനറേറ്റ് OTP എന്നുള്ളൊരു ഓപ്ഷൻ ഇനേബിൾ ആയിട്ട് വന്നത് കാണാം. അതിൽ കൃത്യമായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ 14 അക്ക അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു 4 അക്ക OTP നമ്പർ വരുന്നതാണ്. ആ വന്നിട്ടുള്ള OTP നമ്പർ നിങ്ങളിവിടെ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീടാണ് നമ്മളിപ്പോൾ പുതുതായിട്ടുള്ള ATM പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുന്ന സെക്യൂർഡായിട്ടുള്ള ഒരു 4 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്യുക. ശേഷം ആ സെയിം പിൻ നമ്പർ ഒരു തവണ കൂടി എൻ്റർ ചെയ്യാനും പറയുന്നുണ്ട്. അതും എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കനറ ബാങ്കിൻ്റെ ATM പിൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.